മധ്യ ഇസ്രയേലിൽ ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് ശക്തമായ മറുപടി ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആക്രമണത്തിന് യമൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച രാവിലെയാണ് യമനിൽ നിന്നുള്ള മിസൈൽ മധ്യ ഇസ്രയേലിൽ പതിച്ചത്. ഞായറാഴ്ച രാവിലെ ജനവാസമില്ലാത്ത പ്രദേശത്താണ് മിസൈൽ പതിച്ചതെന്ന് ഇസ്രായേൽ പ്രതിരോധ സൈന്യം പറഞ്ഞു. എന്നാൽ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മിസൈൽ നശിപ്പിക്കാൻ സൈന്യം ശ്രമിച്ചെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതായാണ് സൂചന. മിസൈലിന് എങ്ങനെയാണ് അതിർത്തിയിൽ നിന്നും ഇത്രയും ദൂരം ഉള്ളിലുള്ള പ്രദേശത്തേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ ദ്രോഹിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും കനത്ത വില നൽകുമെന്ന് ഹൂതികൾ അറിഞ്ഞിരിക്കണമെന്നും ഹമാസ് ഇതിനകം തന്നെ അത് പഠിച്ചു വരികയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആരും ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രായേലിനെതിരായുള്ള ഓപ്പറേഷനിൽ ഒരു പുതിയ തരം ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചതെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഞായറാഴ്ച ആക്രമണം നടത്തിയതെന്നും ഒക്ടോബർ 7 ആക്രമണത്തിന്റെ 1-ാം വാർഷികത്തിന് മുൻപ് ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കണമെന്നും ഹൂതികൾ പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.